Good afternoon. Sabina Ismail. അതാരും ലോഗിന എന്നിട്ട് സിവിലിൽ ആരെയില്ല കയറുന്നയാണോ? ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണെന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് രാവിലെ എടുത്തത് നമുക്കൊന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ബാക്കി ഇതുവരെ ഈ മൊഡ്യൂളിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും വർക്കിംഗ്? So instrumentation system means it's a collection of instruments to measure, monitor and control a process. Okay, so നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ കളക്ഷൻ, അതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. സോ ഓരോ പ്രോസസ്സ് പേർപ്പസിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ അതിൽ മെയിൻ ബ്ലോക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, ദെൻ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്, വേരിയബിൾ മാനിപ്പുലേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ ആൻഡ് ഡാറ്റ പ്രസൻറ്റേഷൻ. സോ പ്രൈമറി സെൻസിങ് എലമെൻറ്റ്സിൽ വരുന്നത് ട്രാൻസ്ഡ്യൂസർ ആണ് മെയിനായിട്ടും വരുന്നത്. ദെൻ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് യൂസ് ടു sense the quantity to be measured and it will convert the quantity to be measured to another signal or another form of signal. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി വേറൊരു ഫോമിലാണെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ അത് സെൻസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അതാണ് പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ. ദെൻ എക്സാമ്പിളാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ദെൻ ഇവിടുന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിലേക്ക് വിടും. ദെൻ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് മീൻസ് ഇറ്റ് വിൽ കൺവേർട്ട് ദി സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം വൺ ഫോം ടു അനദർ ഫോർ പ്രോസസ്സിംഗ് ഓഫ് ദി സിഗ്നൽ. ഓക്കെ, സോ അനലോഗ് സിഗ്നൽ ആണെങ്കിൽ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. പ്രോസസ്സിങ്ങിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ആവശ്യമെങ്കിൽ ആ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ അതിനാണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വേരിയബിൾ മാനിപ്പുലേഷൻ. സോ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റിൽ വരുന്നത് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വരുത്തണമെങ്കിൽ, അതായത് നമ്മുടെ വേരിയബിൾ കൺവേർഷനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിലൊക്കെയാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആ വേരിയബിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആംപ്ലിഫയേഴ്സ് ആണ് അതിനൊരു എക്സാമ്പിൾ. ദെൻ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റിൽ നിന്ന് ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഡാറ്റ ട്രാൻസ്മിഷനിലേക്ക്. സോ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫറെൻറ്റ് ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് പ്ലേസസിലാണെങ്കിൽ ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാത്തിലും ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ദെൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡാറ്റ സ്റ്റോറേജിൽ കൊടുക്കും. ദെൻ ഔട്ട്പുട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്, അതായത് ഫൈനൽ ഔട്ട്പുട്ട് LCD LED ഡിസ്പ്ലേ സ്ക്രീൻ അല്ലെങ്കിലും ഒരു പേപ്പർ ഒരു ഷീറ്റിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതൊക്കെയാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഡിസ്പ്ലേസ് ആവാം, LED ഡിസ്പ്ലേസ് ഓർ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്. ഓക്കെ, അതുപോലെ ഇനി ഇതിൽ നമ്മൾ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അൺവാണ്ടഡ് സിഗ്നൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ കണ്ടീഷനിങ് ഇൻസ്ട്രുമെൻറ്റ്സും യൂസ് ചെയ്യും. അപ്പോൾ സിഗ്നൽ കണ്ടീഷനിങ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത് അൺവാണ്ടഡ് സിഗ്നൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന കമ്പോണൻസും അതിൻ്റെ വർക്കിംഗ്. ഓക്കെ,
അപ്പോൾ നമ്മൾ അത്രയും സ്ലോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതെല്ലാം നോട്ട് കയ്യിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴാണ് നിങ്ങൾ ഓഫ്ലൈൻ ഇങ്ങോട്ട് കോളേജിൽ വരുന്നത്, ഈ നോട്ട് കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. വരുന്ന ദിവസം ഈ മൊഡ്യൂളിലൊരു മൊഡ്യൂൾ ടെസ്റ്റ് നടത്തും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൈമറി സെൻസിങ് എലമെന്റ്, ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് മേക്സ് ഇറ്റ് ഫസ്റ്റ് കോൺടാക്ട് വിത്ത് ദിസ് എലമെന്റ്. ആദ്യം സെൻസ് ചെയ്യുന്ന എലമെന്റ് ആണ് പ്രൈമറി സെൻസിങ് എലമെന്റ്. എക്സാമ്പിൾ ആയിട്ടാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് പറഞ്ഞത്. ദെൻ ടു വേരിയബിൾ കൺവേർഷൻ എലമെന്റ്, ഔട്ട്പുട്ട് സിഗ്നൽ, സെൻസറിന്റെ ഔട്ട്പുട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എ ഡി സി പറഞ്ഞു. ദെൻ വേരിയബിൾ മാനിപ്പുലേഷൻ, ന്യൂമറിക്കൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ എക്സാമ്പിൾ ആംപ്ലിഫയർ ആണ്. ദെൻ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്, if instruments are physically separated, data transmission വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. then data presentation means final measure ചെയ്ത ഔട്ട്പുട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ഡാറ്റ പ്രസന്റേഷൻ. it will indicates the result of the measurement. okay, then signal conditioning element used to remove unwanted signals. so ഇത്രയാണ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയായിരുന്നു ഈ മൊഡ്യൂളിൽ സ്റ്റാർട്ടിങ് മുതലേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി, കാരണം നെക്സ്റ്റ് മൊഡ്യൂൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഏതൊക്കെയായിരുന്നു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. എങ്ങനെയാണ് എക്സാംസിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഓരോ ടോപ്പിക്കൊന്നും ക്വസ്റ്റ്യൻസ് ഏത് ഫോമിലാണ് വന്നിട്ടുള്ളത് എന്ന് കൂടെ നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡി സി പവർ സപ്ലൈ എന്നാണ്. ഓക്കെ, എന്തിനാണ് ഡി സി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? എത്രയോ പ്രാവശ്യം ഞാൻ ഇത് തന്നെ റിവൈസ് പറഞ്ഞു. ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഇതിൽ ഓരോ കമ്പോണൻസ് പറയുന്ന കേസിലും നിങ്ങൾക്ക് ഓരോന്നും പിന്നെയും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും ഇനി എക്സാമിന് വരുമ്പോൾ തെറ്റിക്കാൻ പാടില്ല. ഡി സി പവർ സപ്ലൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ ഡി സി ഇൻപുട്ട് ആവശ്യമായിട്ടുള്ള കേസസ് വരാം. സോ എ സി ടു ഡി സി കൺവേർഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഡി സി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡി സി പവർ സപ്ലൈയിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആണ് ട്രാൻസ്ഫോമേഴ്സ്, റെക്ടിഫയർ, ദെൻ ഫിൽറ്റർ സർക്യൂട്ട് ആൻഡ് റെഗുലേറ്റർ സർക്യൂട്ട്. ഓക്കെ, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ വോൾട്ടേജ് ഡി സി സപ്ലൈ ആവശ്യമായിട്ടുണ്ടാവും. Most of the electronic devices works with low voltage DC supply. Okay, so for getting DC power supply we are converting the AC available AC into DC form. Okay, so available ആയിട്ടുള്ള AC നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് DC പവർ സപ്ലൈയിൽ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് നമുക്ക് അവൈലബിൾ ഇൻപുട്ട് AC ആണ്. ദെൻ we have to convert this AC to DC. Okay, so AC നെ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് വേണ്ട DC പവർ സപ്ലൈ ലോ DC പവർ സപ്ലൈ ആയിരിക്കും, ലോ വോൾട്ടേജ്. അതായത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ഡി സി പവർ സപ്ലൈയിലാണ്. ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ്, നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഹൈ വോൾട്ടേജിലും ഹൈ പവറിലും വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഒക്കെയാണ്. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് ഡിവൈസസ് വിൽ വർക്ക് വിത്ത് ലോ വോൾട്ടേജ് ഡി സി. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ നടത്തുന്നത്. ഓക്കെ, ഡി സി ഡിവൈസസ് ഒക്കെ ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ലോ വോൾട്ടേജ് ഡി സി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി സി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എ സി എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് 230 ഹൈ വോൾട്ടേജ് ഡി സി എ സി ആണ്. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ഡി സി പവർ സപ്ലൈ ഒക്കെ ഇറ്റ് മേ ബി 5 വോൾട്ട് ഓർ 12 വോൾട്ട് ഡി സി സപ്ലൈസ് റിക്വയർഡ് ഫോർ ദി working of electronic devices. Okay, so here we are converting this AC to DC. Okay, so for converting we are using DC power supply. So ഇവിടെ എന്താണ് ഇൻപുട്ട് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. Then transformer step down the voltage. So transformer, there are two types of transformer, step up and step down transformer. Here we are using step down transformer. Then this step down transformer will decrease the voltage magnitude. Then the output of this transformer is given to rectifier. And what is the function of rectifier? We have already discussed about working of rectifier. What is the function of rectifier? It converts the transformer output voltage to pulsating DC voltage. Okay, pulsating rectifier and function, it will convert AC to DC. Okay,
So AC നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ റെക്ടിഫയർ വിൽ കൺവേർട്ട് AC to output from transformer, that is AC to DC conversion. Then the output of the rectifier will be pulsating DC. Okay, so for the purpose we want a constant DC, but here we are getting a pulsating DC. Okay, so to remove the ripples in the DC output, we are giving this pulsating DC to filter circuit. Function of filter circuit, Abhinand, why we are using filter circuit here? Abhinand, are you here? Yes, teacher. What is the function of filter? Filter. അറിയില്ല. Kirtana, why we are using filter circuit here? To remove ripples. Okay, to remove ripples from the rectified output. Okay, for rectified output we are getting pulsating DC. To remove ripples we are using filter circuit. Then output of the filter will be this type of DC. Here also we are getting some ripples. Okay, so to remove these ripples we are using regulator. Then output of the regulator will be constant DC voltage. Okay, so this is the block diagram of a DC power supply. From here we are this DC power supply is converting AC to a low level DC voltage. Okay, and we have already discussed each block separately. Then transformer, you don't need the working of transformer and all. Here we are using step down transformer, that is transformer decreases the voltage magnitude. Okay, then rectifier, we have discussed rectifier. There are two types of rectifier. Again, half wave rectifier and full wave rectifier. Okay, in half wave rectifier only half wave, half portion is rectified. Okay, so in input side we have two half cycle, positive half cycle and negative half cycle. In half wave rectifier only positive half cycle is rectified. So in output waveform we will get positive value for positive cycle and 0 for negative cycle. Okay, so this is the output waveform of half wave rectifier. And in full wave rectifier we will get a full wave rectified output. For positive half cycle of input we will get positive half cycle, and for negative half cycle also we are getting positive value. Okay, so this is the difference between half wave rectifier and full wave rectifier. Okay, so in half wave rectifier only positive half cycle is rectified, but in full wave rectifier both positive and negative half cycles are rectified. Okay, so this is the different waveforms for half wave rectifier and full wave rectifier. And depending upon the circuit connection, again we are classifying this full wave rectifier to center tapped rectifier and bridge rectifier. Okay, so this classification is depending on the connection, circuit diagram. അത് സർക്യൂട്ടിൽ കമ്പോണൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത്, സോ അതിനനുസരിച്ചിട്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിലും ബ്രിഡ്ജിലും കമ്പോണൻസ് ഡിഫറെൻ്റ് ആണ്, ബട്ട് വി ആർ ഗെറ്റിംഗ് സെയിം ഔട്ട്പുട്ട് വേവ് ഫോം ഫ്രം ബോത്ത് ഓഫ് ദീസ് റെക്ടിഫയർ. രണ്ട് ഫുൾ വേവ് റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് സിമിലർ ഔട്ട്പുട്ട് വേവ് ഫോം തന്നെയാണ്. ഓക്കെ, ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമുക്ക് ആവശ്യം. So this is the circuit diagram for full wave bridge rectifier. Then this full wave bridge rectifier consists of 4 diodes. So this is the main part. Okay, so bridge rectifier എന്ന് പറഞ്ഞാൽ rectifier circuitൽ main part ആയിട്ട് വരുന്നത് ഈ 4 diodes ആണ്, D1, D2, D3 and D4. And input is given to these 2 points and we are taking output from these 2 points. Okay, so AC input is given to transformer. Here we are using step down transformer. So അതുകൊണ്ടാണ് ഇവിടെ windings നോക്കുക. In the input side number of windings are more, and in output side the number of windings very less. Okay, so AC input is given to this transformer, and this output we will get step down voltage, and this step down voltage is given to these 2 points. അപ്പോൾ ഈ 2 points ആണ് rectifiers ന്റെ
ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ആൻഡ് ഫ്രം ദീസ് 2 പോയിന്റ്സ് വി വിൽ ഗെറ്റ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ ഓരോ ഹാഫ് സൈക്കിളിലും എങ്ങനെയാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടും റെക്ടിഫൈ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈക്കിളിലും നോക്കുക എന്താണ് നടക്കുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് this waveform is given between these 2 points. Okay, so ഈ രണ്ട് പോയിന്റ്സ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടേക്ക് കണക്ട് ചെയ്യും, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടത്തേക്ക് കണക്ട് ചെയ്യും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക, എ ഇവിടത്തേക്ക് ബി ഇവിടത്തേക്ക്. സോ വി ആർ ഗിവിംഗ് എ പോസിറ്റീവ് വോൾട്ടേജ് ബട്ട് വേരിയിങ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് വോൾട്ടേജ് മീൻസ് വി ക്യാൻ കൺസിഡർ ദ പോയിന്റ് എ ഈസ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. സോ ആ കേസിൽ ഏതൊക്കെയാണ് ഡയോഡ്സ് കണ്ടക്ട് ചെയ്യാൻ നോക്കുക. ഡയോഡ് D1 ആൻഡ് D3 ഏത് ഫോമിലേക്കാണ് വരിക? D1 കണക്റ്റഡ് ടു പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് സൈഡാണ്, ഇവിടെയും പോസിറ്റീവ് സൈഡാണ്. സോ D1ന്റെ ടെർമിനൽസ് നോക്കാം. ഹിയർ terminal is cathode and at this point the terminal is anode. Okay, so D1 ന്റെ anode is connected to positive side of the supply and D3 ന്റെ cathode connected to positive. In this case D1 will be forward biased and D3 will be reverse biased. So D1 will conduct and D3 conduct ചെയ്യില്ല. Okay, then ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ആകുമ്പോൾ ഏതാണ്? D4 ഇവിടെ കണ്ടക്ട് ചെയ്യും, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ആൻഡ് D2 കണ്ടക്ട് ചെയ്യില്ല. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 ആൻഡ് D4 വിൽ കണ്ടക്ട് ആൻഡ് വി വിൽ ഗെറ്റ് എ പോസിറ്റീവ് ഔട്ട്പുട്ട് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? നേരെ റിവേഴ്സ് പ്രോസസ്. ഓക്കെ, സോ നെഗറ്റീവ് സൈക്കിൾ മീൻസ് വി ആർ ഗിവിംഗ് എ നെഗറ്റീവ് വാല്യൂ, അതായത് നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ദിസ് പോയിന്റ് എ ഈസ് മോർ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി വരും. സോ ഇൻ ദിസ് കേസ് ഡയോഡ് D3 ആൻഡ് D2 വിൽ കണ്ടക്ട്. ഓക്കെ, സോ അത് മാറിപ്പോകാൻ പാടില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 ആൻഡ് D4 വിൽ കണ്ടക്ട് ആൻഡ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ആൻഡ് D3 വിൽ കണ്ടക്ട്. ദിസ് ടൈം ഓൾസോ വി വിൽ ഗെറ്റ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ ആദ്യം പോസിറ്റീവ് കൊടുത്തപ്പോഴും പോസിറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കൊടുത്തപ്പോഴും എന്ത് കിട്ടും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ കിട്ടും. സോ അങ്ങനെ നമുക്ക് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. സോ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 D4 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ കറണ്ട് ഫ്ലോ ഫ്രം ഇവിടെയാണ് പോസിറ്റീവ് ത്രൂ ദിസ് ലോഡ് റെസിസ്റ്റർ ആൻഡ് അഗെയിൻ ത്രൂ D4 ടു then diode at this point B. Okay, so positive is connected at this point and negative is connected at this point. So here we are getting plus and minus, that means it's a positive voltage. Okay, in negative half cycle endu varum? During negative half cycle here it's negative and at point B it's positive. So connection nokka, B positive side is connected to this top of this point and negative side is connected to lower portion. Okay, so positive half cycle എന്തായിരുന്നു? upper portion positive and lower portion negative ആയിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും അപ്പറിൽ പോസിറ്റീവ് ആൻഡ് ലോവറിൽ നെഗറ്റീവ് വരും. ദാറ്റ് മീൻസ് ഹിയർ ഓൾസോ വി ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ we are getting positive half cycle of the output and during negative half cycle of input also we are getting a പോസിറ്റീവ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. സോ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആൻഡ് വർക്കിംഗ്. ഓക്കെ, സോ ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വർക്കിംഗ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം ഡയോഡ് കണക്ഷൻ ഒന്നും മാറിപ്പോവാൻ പാടില്ല. ഡയോഡ് ആനോഡ് കാത്തോഡ് സൈഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡ് കാത്തോഡ് സൈഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിങ്ങും സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ തെറ്റിപ്പോവും. സോ അത് ഓർത്തിരിക്കുക ഏത് സൈഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയർ. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? വേവ് ഫോം ഇതാണ്. ഇൻപുട്ട് കൊടുക്കുന്ന വേവ് ഫോം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. പക്ഷേ ഔട്ട്പുട്ട് സൈഡിൽ കണ്ടെയ്ൻസ് ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, then the output of the rectifier is connected to filter circuit. Okay, then filter, it will remove the AC component or ripples from the rectifier output. Okay, then filter circuit, different types of filter circuit we are using. ഏതൊക്കെ filter circuits ആണ് പറഞ്ഞത്?
എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? LC filter, pi filter. ഓക്കെ, കപ്പാസിറ്റർ ഫിൽട്ടർ, LC ഫിൽട്ടർ ആൻഡ് പൈ ഫിൽട്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് പഠിക്കുന്നത് കപ്പാസിറ്റർ ഫിൽട്ടറിൻ്റെ ആണ്. സോ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി, അതായത് കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് വിൽ ബ്ലോക്ക് ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, സോ ഇൻഡക്ടർ ആണെങ്കിൽ ചേഞ്ച് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ കപ്പാസിറ്റർ വിൽ ബ്ലോക്ക് ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് കപ്പാസിറ്റർ ഫിൽട്ടറിൽ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് കപ്പാസിറ്റർ ഫിൽട്ടർ. കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഹ്യൂജ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് പാരലൽ ടു ദി ലോഡ് സർക്യൂട്ട്. ഓക്കെ, അതായത് റെക്ടിഫയർ എന്ന് വരുന്ന പൾസേറ്റിംഗ് ഡി സിനെയാണ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നത്. ദെൻ കപ്പാസിറ്റർ എന്ത് ചെയ്യും? അതിൻ്റെ ആ പൾസേറ്റിംഗ് ഡി സിയിൽ അല്ലെങ്കിൽ അതിൽ റിപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലോഡിലേക്കാണ് റിപ്പിൾസ് എലിമിനേറ്റ് ചെയ്ത വോൾട്ടേജ് വേണ്ടത്. അപ്പോൾ എവിടെയാണോ ലോഡ് കണക്ട് ചെയ്യുന്നത്, സോ ആ ലോഡിന് പാരലൽ ആയിട്ട് എ ലാർജ് വാല്യൂ ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വോണ്ട് അലൗ എ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, സോ പെട്ടെന്ന് വോൾട്ടേജ് ചേഞ്ച് ആവുന്നതിന് അലോ ചെയ്യില്ല. സോ അതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അതാണ് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി. സോ അതാണ് ഫിൽട്ടർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ഡി സി ആണ്. ഈ ഡി സി വേവ് ഫോം ഈസ് അപ്ലൈഡ് അക്രോസ് കപ്പാസിറ്റർ. ഓക്കെ, സോ ഇതേ ഒരു വേവ് ഫോം ആണ്, ഈ ഒരു വേവ് ഫോം ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ്, ഇതിൽ രണ്ടിലും പോസിറ്റീവ് ആണ്. സോ അറ്റ് ദിസ് പോയിന്റ് the voltage is increasing. So voltage ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അപ് ടു മാക്സിമം വാല്യൂ എത്തുമ്പോഴത്തേക്ക് എന്താ? കപ്പാസിറ്റർ വിൽ ചാർജ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും കപ്പാസിറ്റർ മാക്സിമം വാല്യൂയിലേക്ക് ചാർജ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞാൽ എന്താവും? when voltage decreases, capacitor will discharge through this resistance R. ഈ റെസിസ്റ്റൻസ് R വഴി ഡിസ്ചാർജ് ചെയ്യും. സോ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും? ഇവിടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റിനേക്കാളും ലോ റേറ്റിലാണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. സോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഒരു വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് എന്താ? ഈ ഒരു ടൈം എടുക്കും. ഓക്കെ, സോ കപ്പാസിറ്റർ സ്ലോലി ഡിസ്ചാർജ് ചെയ്ത് ഇറ്റ് വിൽ റീച്ച് അറ്റ് ദിസ് പോയിന്റ്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും അറ്റ് ദിസ് ടൈം the rectifier output again decreases to 0 and again it increases up to this point. ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. കപ്പാസിറ്റർ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും റെക്ടിഫയർ വോൾട്ടേജ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. സോ അഗൈൻ എന്താവും? കപ്പാസിറ്റർ ചാർജസ്, then discharges, charges and discharges. Okay, so this process will continues. So we will get a pulsating DC, but the ripples will be very low compared to this rectifier output. The ripples in capacitor filter output will be very low. Okay, so ഇതാണ് കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇതാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. സോ ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് ഇവിടത്തേക്ക് കൊടുക്കുന്നത്, കപ്പാസിറ്ററിൽ കൊടുക്കുന്നത്. സോ കപ്പാസിറ്റർ ഫംഗ്ഷൻ നോക്കുക, ഇറ്റ് വിൽ ചാർജ് അപ് ടു ദിസ് മാക്സിമം വാല്യൂ. ഇവിടെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റിലും ഒരു വേവ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. സോ ഇവിടെ എന്താ? ചാർജ് ചെയ്ത് അറ്റ് ദിസ് ഇറ്റ് വിൽ റീച്ച് അറ്റ് ദിസ് മാക്സിമം വാല്യൂ VM. ദെൻ ഫ്രം ദിസ് പോയിന്റ് കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ്. ദെൻ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വരെ എത്തും. ദെൻ അഗെയിൻ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ വോൾട്ടേജ് ഈ ഒരു വാല്യൂ ആണ്. സോ അഗെയിൻ കപ്പാസിറ്റർ ചാർജസ് അപ് ടു ദിസ് പോയിന്റ്. ദെൻ അഗെയിൻ കപ്പാസിറ്റർ ഡിസ്ചാർജസ്. ദെൻ അഗെയിൻ ചാർജസ്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വേവ് ഫോം, ഈ ഡാർക്കൺ ചെയ്ത് ഈ ഒരു വേവ് ഫോം ആണ് കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും ഈ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട്. ഈ ഡോട്ടഡ് അല്ല, ഡോട്ടഡ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടാണ്. സോ ഇതായിരിക്കും കപ്പാസിറ്ററിന്റെ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് എവിടത്തേക്ക് കൊടുക്കുന്നു? റെഗുലേറ്റേഴ്സിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? റെഗുലേറ്റർ വിൽ പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് DC വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. സോ സെനർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്യുന്ന എന്താണ് യൂസ് ചെയ്യുന്നത്? സെനർ ഡയോഡ്സ്. ഓക്കെ, സോ സെനർ ഡയോഡ്സ് ആണ് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ മീൻസ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ അതാണ്.
So voltage regulator will maintain a constant output voltage at the load terminal. So ഇവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് സെനർ ഡയോഡ് ആയതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, സെനർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. And then what is the difference between normal diode and Zener diode? Zener diode doping എന്തായിരിക്കും, highly doped diodes ആയിരിക്കും Zener diode, and it will always work in reverse biased condition. Okay, so reverse biased Zener diode reverse biased condition ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ ആണെങ്കിലും ഏത് ഡിവൈസിലാണെങ്കിലും സെനർ ഡയോഡ് വിൽ വർക്ക് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് സെനർ ഡയോഡിൻ്റെ സിമ്പൽ. ആനോഡ്, കാത്തോഡ്. ഓക്കെ, സോ സിമ്പലിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, നോർമൽ ഡയോഡ് ആൻഡ് സെനർ ഡയോഡ്. സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ് ഓപ്പറേറ്റ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. സോ ഹെവിലി ഡോപ്ഡ് മീൻസ് ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി വെരി തിൻ. ഓക്കെ, സോ ഡിപ്ലീഷൻ റീജിയൻ വളരെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ള ഹൈലി ഡോപ്ഡ് ഡയോഡ്സ് ആണ് സെനർ ഡയോഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വിൽ വർക്ക് ഇൻ ദി റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. എന്താണ് സെനർ ഡയോഡിൽ സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ സെനർ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ ഹൈലി ഡോപ്ഡ് ഡയോഡ്സ് ആണെന്ന് പറഞ്ഞു. ഹൈലി ഡോപ്ഡ് ഡയോഡ്സ് ആയതുകൊണ്ടാണ് ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി വെരി ലോ. സോ വെൻ വി ആർ അപ്ലൈയിങ് എ സ്മോൾ വോൾട്ടേജ്, ഓക്കെ, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് വളരെ ചെറിയ വോൾട്ടേജ് ആയിരിക്കാം. സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വോൾട്ടേജ് ചെറുതായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴെന്താവും, അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഡ്യൂ ടു ദിസ് ഫോഴ്സ് ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ release from this electrons from the outermost shell releases, and it will exert force on the other electrons. Okay, now when the reverse voltage across it is increased, the electric field across the junction become very high. Electric field increase ചെയ്യും. So this field exert a force on the electrons in the outermost shell. So outermost ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ അത് കാരണം എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വരും. സോ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യും, ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. സോ ആ ഒരു ബ്രേക്ക് ഡൗണിനെയാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തിട്ട് അവിടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ദാറ്റ് ബ്രേക്ക് ഡൗൺ ഈസ് നോൺ ആസ് സെനർ ബ്രേക്ക് ഡൗൺ. അതാണ് സെനർ ഡയോഡിലെ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇതാണ് വി ഐ കാര സെനർ ഡയോഡിന്റെ. ഇതെല്ലാം പ്ലോട്ട് ചെയ്ത് വെക്കുക. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, the voltage across the Zener diode will be a constant voltage. Due to this property, we are using Zener diode in voltage regulators. Okay, so reversed bias means anode will be connected to positive side of the supply, and cathode will be anode will be connected to negative side of the supply, and cathode will be connected to positive side of the supply. Okay, so forward biasedly it will like normal diode operation. നോർമൽ ഡയോഡിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലും. ആഫ്റ്റർ സം വോൾട്ടേജ് ഇറ്റ് വിൽ കണ്ടക്ട്, ദാറ്റ് ഇസ് ലാർജ് കറന്റ് ഫ്ലോസ് ത്രൂ ദി ഡയോഡ്. ആൻഡ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആഫ്റ്റർ സെനർ വോൾട്ടേജ്, സോ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് പറയുന്നതാണ് സെനർ വോൾട്ടേജ്. After the Zener voltage, Zener breakdown occurs and large current flows through this Zener diode, but the voltage remains constant. Okay, V Z എന്ന് പറയുന്ന സെനർ വോൾട്ടേജ് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. സോ ഇതാണ് സെനർ ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നടക്കുന്നത്. സോ ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ദി സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ബിക്കോസ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് വി നീഡ് എ കോൺസ്റ്റന്റ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ബ്രേക്ക് ഡൗണും, അതായത് നോർമൽ ഡയോഡ്സിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ ആണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. സെനർ ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ ആണ് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ അത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്തു എന്തൊക്കെയാണെന്ന് പോയിന്റ് ബൈ പോയിന്റ് കമ്പയർ ചെയ്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. സോ അവലാഞ്ചി നോർമൽ ഡയോഡ്സിലാണ് ആൻഡ് ഡിപ്ലീഷൻ ലെയർ വിൽ ബി ലാർജ്. ദെൻ സെനർ ഡയോഡ് ഒക്കർ ചെയ്യുന്ന സെനർ ഡയോഡിലാണ്
ഡോപ്പിംഗ് ഹൈലി ഡോപ്ഡ് ആണ് ആൻഡ് ഡിപ്ലീഷൻ റീജിയൻ വെരി ലോ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഓക്കെ, സോ അതൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ കറണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയർ ഇൻക്രീസ് ചെയ്യുന്ന കാരണമാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഇവിടെയാണോ സെനറിൽ ഡ്യൂ ടു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ഹൈ റിവേഴ്സ് ബയാസ്. ഇവിടെ നോർമൽ ഡയോഡ്സിൽ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൈ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഇവിടെ സെനറിലാണെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം, ബട്ട് the voltage will be low voltage. Okay, the normal diode width of the depletion layer will be high, and in Zener diode width of the depletion region is low. Then the increase in temperature increases the breakdown voltage. So normal diodes ആണെങ്കിൽ temperature increase അനുസരിച്ച് breakdown voltage increase ചെയ്യും. അതായത് more temperature ആണെങ്കിൽ temperature കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ breakdown occur ചെയ്യുന്നതും high voltageലായിരിക്കും. But in Zener diode the increase in temperature decreases the breakdown voltage. So Zener diode കേസിൽ temperature increase ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? low voltageൽ നോർമൽ ടെമ്പറേച്ചറിലേക്കാളും എത്ര വോൾട്ടേജിലാണോ ബ്രേക്ക് ഡൗൺ നടന്നത് അതിനേക്കാളും ലോ വോൾട്ടേജിൽ ബ്രേക്ക് ഡൗൺ നടക്കും. സോ അതാണ് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ this point we have already discussed. It occurs in lightly doped diodes, and in Zener breakdown it occurs in heavily doped diodes. Okay, and then this is the circuit diagram in which Zener diode is working as a voltage regulator. Okay, supply voltage is given and load is connected across Zener diode. And ഇവിടെ ആർ എസ് എന്തിനാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിൽ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ലിമിറ്റ് ചെയ്യാം. ഓക്കെ, സോ ടു ലിമിറ്റ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ഡയോഡ് ദ സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് ഈസ് യൂസ്ഡ് ഹിയർ. So when we are giving a voltage higher than the Zener voltage, VZ-നേക്കാളും higher ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ current will flows through this diode and reverse breakdown occurs, and the voltage across this Zener will be constant value, Zener value. Okay, so ആ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് ഈ ലോഡ് ടെർമിനലിന് അക്രോസ് കിട്ടുക. സോ അങ്ങനെ നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ ഇതാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ആണ്. സോ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ എന്തായിരുന്നു? പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ് ടു ആംപ്ലിഫൈ സൗണ്ട് ഫോർ ലാർജ് ഗാദറിംഗ് ഓഫ് പീപ്പിൾ. ഓക്കെ, അതായത് നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ട് അതിലൂടെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്ത് ലൗഡ് സ്പീക്കറിലോട്ട് വരുന്നു. സോ അതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഓർ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഓക്കെ, സോ അതായത് നമ്മുടെ ഹ്യൂമൻ വോയിസിന്റെ ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഇതൊക്കെയാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്ക് ഓർ മൈക്രോഫോൺ, then preamplifier, then mixture, then power amplifier and output we are getting from loudspeaker. Okay, so ഇതാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. സോ മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ ആണ്. സോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സിഗ്നലിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ മൈക്രോഫോൺ വി ആർ ഗിവിംഗ് സൗണ്ട് സിഗ്നൽ and microphone will convert that sound to electrical signal. Okay, so sound to ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർഷൻ ആണ് മൈക്രോഫോണിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ. മൈക്രോഫോൺ ഈസ് എ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ദാറ്റ് ഈസ് ഇറ്റ് വിൽ കൺവേർട്ട് സൗണ്ട് സിഗ്നൽ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ഒരു സിഗ്നലിനെ ഒരു ഫോമിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റീനെ ഒരു ഫോം ടു വൺ ഫോം ടു അനദർ ഫോം കൺവേർഷൻ, അതിനാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ മൈക്രോഫോൺ വിൽ കൺവേർട്ട് സൗണ്ട് സിഗ്നൽ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, then the signal from the microphone is given to preamplifier, and purpose of preamplifier is to increase the amplitude of the signal coming from the microphone. Microphone എന്ന് വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് preamplifiers യൂസ് ചെയ്യുന്നത്. ദെൻ മിക്സറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ സിഗ്നൽ, ഇപ്പം നമ്മുടെ സൗണ്ടിന്റെ കൂടെ വേറെ മ്യൂസിക്കോ അതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സർ വിൽ മിക്സ് സിഗ്നൽസ് ഫ്രം മൈക്ക്, MP3 പ്ലെയർ, ഓഡിയോ പ്ലെയർ എക്സെട്ര. ഓക്കെ, സോ അതിനാണ് മിക്സർ യൂസ് ചെയ്യുന്നത്. ദെൻ പവർ ആംപ്ലിഫയർ, അതായത് ഈ മിക്സ് ചെയ്ത സൗണ്ട് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുമ്പോൾ ലൗഡ് സ്പീക്കറിന് ഡ്രൈവ് ചെയ്യാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് power amplifier. Okay, so power of the electrical signal is boosted by the power amplifier so that it becomes
സ്ട്രോങ് ഇനഫ് ടു ഡ്രൈവ് ദി ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് വിൽ കൺവേർട്ട്. ഇത്രയും പ്രോസസ്സിൽ സിഗ്നൽ യൂസ് ചെയ്തത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരുന്നു. സോ ആ ഇലക്ട്രിക്കൽ സിഗ്നലിന് സൗണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലൗഡ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വി ആർ ഗെറ്റിംഗ് സൗണ്ട് സിഗ്നൽ. ഓക്കെ, സോ ലൗഡ് സ്പീക്കർ വിൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ബാക്ക് ടു സൗണ്ട് സിഗ്നൽ. അപ്പോൾ ആദ്യം നമ്മളിവിടെ സൗണ്ട് സിഗ്നൽ കൊടുത്തു, മൈക്രോഫോൺ converted the sound signal to electrical signal. Then after all this process again this loudspeaker will converted the electrical signal to sound signal. Okay, so ഇതാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അഗൈൻ ഞാൻ എല്ലാ ടോപ്പിക്കും ഒന്നുകൂടെ പറഞ്ഞു. അപ്പം അത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം തിയറിയാണ്, ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല. സോ ഫസ്റ്റ് ഇനി എന്നാണോ നിങ്ങൾ കോളേജിലേക്ക് വരുന്നത് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. സോ അസൈൻമെൻറ്റിലേക്കാണ് നിങ്ങൾ ആ മാർക്ക് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൻ്റെയും ടെസ്റ്റിൻ്റെ മാർക്ക് ഞാൻ ഇൻവോയ്സിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതൊക്കെ രീതിയിലാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇലക്ട്രോണിക്സ് പാർട്ടിലാണ്. So differentiate between avalanche breakdown and Zener breakdown. Okay, question വന്നതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഡീറ്റെയിൽഡ് പോയിന്റ് പറഞ്ഞു. ദെൻ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, സോ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂളാണ്. അപ്പോൾ അത്രയും എല്ലാം പഠിച്ചിട്ട് പോകും, എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചുള്ളതാണ്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, സോ അത് ചോദിച്ചിട്ടുള്ളതാണ്. Then give reasons for decrease in transistor amplifier gain at low frequencies and high frequencies. അതും പോയിന്റ് ബൈ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. Then explain the working of a full wave bridge rectifier. Then explain the working of RC coupled amplifier. Then working of Zener diode voltage regulator. Then explain the frequency response of an RC coupled amplifier. ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, then റിപ്പീറ്റഡ് ആയിട്ടാണ് മിക്ക എക്സാമിനും ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ, എക്സ്പ്ലെയിൻ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് RC coupled amplifier, then how capacitor filter eliminate ripples from the output of a rectifier. Then what is the need of biasing and potential divider biasing circuit. Okay, അപ്പോൾ അത് നമ്മൾ ആംപ്ലിഫയറിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്. ദെൻ വർക്കിംഗ് ഓഫ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചോദിക്കുന്നത് എല്ലാം എടുത്തിട്ടുണ്ട്. സോ അത് കംപ്ലീറ്റ് പഠിക്കുക, തിയറി മാത്രമേ ഉള്ളൂ, ഒരു പ്രോബ്ലം പോലും ഈ ടോപ്പിക്കിൽ വരുന്നില്ല. Explain the working of instrumentation system. Then working of bridge rectifier, public addressing system, and frequency response curve. ഇതന്നെയാണ് എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യനിലും ഇതന്നെ ചോദിക്കുന്നു. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ഓഫ് ഡ്രോ ദി ഡിസ്ക്രൈബ് ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് RC coupled amplifier. വർക്കിംഗ് ഓഫ് ഫുൾ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാത്ത ഒരു എക്സാം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാം, ദെൻ RC coupled rectifier, ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ടോപ്പിക്കും നീറ്റായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും തിയറി മാത്രമാണ് വന്നത്? എല്ലാം ക്ലിയർ അല്ലേ ടോപ്പിക്സ് എല്ലാം?